സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പറവൂര്. ഇടത് വലത് മുന്നണികൾക്ക് ശക്തമായ ഭീഷണി അല്ലെങ്കിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് BJP. സാധാരണ BDJS ആണ് പറവൂരിൽ മത്സരിക്കുന്നത്. ഇത്തവണ BJP നേരിട്ട് പോരാട്ടത്തിനിറങ്ങിയിരിക്കുകയാണ്. അതും കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ മണ്ഡലം കൃത്യമായി അറിയാവുന്ന വത്സല പ്രസന്നകുമാറിലൂടെയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ ഒരു പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഒരു അവസ്ഥ സാഹചര്യമൊക്കെ? ഞങ്ങൾക്ക് വളരെ കുറച്ച് ദിവസമേ കിട്ടുകയുള്ളൂ. ഇപ്പം ഈ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ BDJS എന്ന് ഒരു സംഘടന, അത് ഘടകകക്ഷിയല്ലേ, അപ്പോൾ അവരോട് പറഞ്ഞ് നമുക്ക് ആക്കിയതുള്ള ഒരു താമസം വന്നു. പക്ഷേ അപ്പോഴേക്കും മറ്റ് രണ്ട് സ്ഥാനാർത്ഥികൾ ഒരുപാട് ദൂരം പോയി. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്നതാണ്. 25 കൊല്ലം പറവൂർ നഗരസഭയിൽ 2 വട്ടം ചെയർമാനായും കൗൺസിലറായും എല്ലാം പ്രവർത്തിച്ചതാണ്. പിന്നെ പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചതാണ്. ഇതെല്ലാമാണ്. അതുകൊണ്ട് ഞാൻ അറിയുന്ന ഒരു ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഓടിയെത്തിയിട്ടില്ല. ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട് ജയിക്കാൻ കഴിയുന്ന. ഇവിടെ ത്രികോണ മത്സരം നിങ്ങൾക്കൊക്കെ അനുഭവപ്പെടുന്നത് പോലെയൊന്നും ഞങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ഞങ്ങളുടെ ജോലി ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ജനങ്ങളെ കാണുക, അവരുടെ വിഷമങ്ങൾ കേൾക്കുക, പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ അനാവശ്യമായ വാക്കുകളല്ല കൊടുക്കുന്നത്. നമുക്ക് കഴിയുന്നത് പോലെ നമ്മൾ ശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം പറയുമ്പോഴും ഇവിടുത്തെ വികസന മുരടിപ്പിനെ കുറിച്ച് ഞങ്ങളോട് ജനങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. അത് പോരായ്മകൾ ഒരുപാട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുന്ന പല നേതൃത്വത്തിൻ്റെ പല പോരായ്മകളും പറയുന്നുണ്ട്. സങ്കടം പറയുന്നുണ്ട്. സമരം ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ നേർക്ക് ഒന്ന് കണ്ണ് അയക്കാൻ പോലും ശ്രമിക്കാത്തത് ഇന്നും കൂടി എന്നോട് അടിപ്പാത സമരത്തിൻ്റെ 500 ദിവസം പിന്നിട്ട കൂനമ്മാവിലുള്ള ആ പാർട്ടി ഇന്നും കൂടി എന്നോട് വിളിച്ചു പറഞ്ഞു. ഞങ്ങൾക്ക് വളരെ സഹിക്കാൻ വയ്യാത്ത സങ്കടം വന്നു. ഞങ്ങൾ ഇത്രയും വർഷം 25 കൊല്ലം ഞങ്ങളുടെ ചൂണ്ടുവിരൽ കൊടുത്ത നേതാവ് ഞങ്ങളെ തഴഞ്ഞു, ഞങ്ങളെ കണ്ട ഭാവം വയ്ക്കാതെ പോയി എന്ന ഒരു സങ്കടം പറഞ്ഞു. അപ്പോൾ അവരുടെ ജനങ്ങളുടെ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ജോലി. നമ്മൾക്ക് സാധിക്കാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ ജനങ്ങൾ നമ്മളോട് പറയുന്നത്. പക്ഷേ സാധിക്കുമെന്ന് നോക്കണ്ടേ? അല്ലെങ്കിൽ അവരുടെ കേൾക്കാനൊരു ചെവി കൊടുക്കുക. അത്രയെങ്കിലും ദയവ് ജനങ്ങളോട് കാണിക്കണം. അവരുടെ വോട്ട് മേടിച്ച് നമ്മൾ ജയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യണം എന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. എനിക്ക് തൊണ്ട പോയിരിക്കുകയാണ്, എന്നാലും പറയുകയാണ്, ഞാൻ അതാണ് പഠിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പ്രാവർത്തികമാക്കുള്ളൂ. ജനങ്ങൾ ഒരിക്കലും നമ്മളെക്കാളും നമ്മളെക്കാളും താഴെയാണെന്ന് നമ്മൾ ചിന്തിക്കില്ല. നമ്മളെക്കാളും മുകളിലുള്ളവരാണ് അവർ. ഈ ഇലക്ഷന് വോട്ട് ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ അവരെ നമ്മൾ തലയിൽ വയ്ക്കും. അത് കഴിഞ്ഞ് ചവിട്ടി താഴ്ത്താൻ പാടില്ല. ആ തലയിൽ തന്നെ അവരിയ്ക്കണം. ചിലപ്പോൾ പറ്റാത്ത കാര്യം പറഞ്ഞൊന്നിരിക്കും. പറ്റാത്ത കാര്യമാണെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു കുത്തക മണ്ഡലമാണ്. മാത്രമല്ല VD സതീശൻ സ്ഥിരമായി ജയിച്ചു പോകുന്നതാണ്. അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രവർത്തകരൊക്കെ തന്നെ VD സതീശനോട് പ്രവർത്തിച്ചൊരു മണ്ഡലം. അപ്പോൾ മണ്ഡലത്തിൻ്റെ സ്വഭാവമൊക്കെ അറിയാം. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായി കൂടി മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു വെല്ലുവിളിയുണ്ട്. മാത്രമല്ല ഇടതുപക്ഷമാണെങ്കിൽ സാധാരണ നടത്തുന്ന ഒരു പരീക്ഷണത്തിനപ്പുറത്തേക്ക് ടൈസൺ മാസ്റ്റർ ഇറക്കിയിരിക്കുന്നു. BJPയെ സംബന്ധിച്ചും ആശ്വാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം 20,000-ലധികം വോട്ട് BDJS പിടിച്ച മണ്ഡലം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മണ്ഡലം എന്ന നിലയിൽ അദ്ദേഹം സ്ഥിരമായി ജയിക്കുന്നൊരു മണ്ഡലം തന്നെ എങ്ങനെയാണ്? പ്രതിപക്ഷ നേതാവിന് ഞങ്ങളൊക്കെ തന്നെയാണ് ജയിപ്പിച്ചത്. കുത്തക മണ്ഡലം എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ പ്രതിപക്ഷ നേതാവും മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, എതിർ സ്ഥാനാർത്ഥികളുടെ. ആ പോരായ്മകൾ ഇപ്പം ചിലപ്പോൾ ഈ നാട്ടിൽ പരിചയമില്ലാത്തവരായിരിക്കും വരുന്നത്. നല്ല ശക്തരായ സ്ഥാനാർത്ഥികൾ വന്നാലും പരിചയമില്ലാത്തവരാകുമ്പോൾ ജനങ്ങളിലൊരു വ്യത്യാസം ഉണ്ടാവും. എന്തൊക്കെയായാലും ഞാൻ ഈ നാട്ടിൽ ജനിച്ച് വളർന്നതാണ്. എന്നെ അറിയാത്ത ജനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. എനിക്കിവിടെ കുത്തക മണ്ഡലമായിട്ട് ഒരാളുടെ വിട്ടുകൊടുക്കുന്ന പറ്റുന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നേ ഇല്ല.